ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈദ് മുബാരക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വിടുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോലെയും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായി പോയതാണ്. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഞാൻ മോർണിംഗ് രാത്രി തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടാണ് ഉറങ്ങിയത്. ബിരിയാണീൻ്റെ പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ഒക്കെ ബീഫ് റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനുള്ള സംഭവമൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടാട്ടോ ഞാൻ തലേ ദിവസം ഉറങ്ങിയത്. പിന്നെ ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേബീസിനൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നു ബേബി മൈലാഞ്ചി ഇടാൻ അയച്ചില്ല. പിന്നെ അന്നു ബേബിക്ക് ഞാൻ ഉറക്കത്തിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കുന്ന സമയത്താണ് കുഞ്ഞുട്ടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. ബേബീസിനൊക്കെ ഫ്രഷ് ആക്കി തന്നു. അസിമോളി അനുബേബിനൊക്കെ ഫ്രഷ് ആക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഡെയിലി വെയർ ആയിട്ട് ഈ ഡ്രസ്സാണ് വാങ്ങിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നപ്പോൾ ആൾക്കാർ വിചാരം എവിടെയോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേ, അതുകൊണ്ടാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുതന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാർ കുഞ്ഞിട്ടാൻ്റെ മേലെ കയറിയിട്ട് ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുഞ്ഞിട്ടാക്ക് പിന്നെ പള്ളിയിലൊക്കെ പോയി. നമ്മളെ വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പള്ളി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളെ വീട്ടിലേക്കാണ് എല്ലാവരും വരിക. അപ്പോൾ അവരിങ്ങനെ വരവൊക്കെ തുടങ്ങിയിട്ടോ പള്ളി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മളെ സംഭവം ഞാനിങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അവർ കൊടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ വയ്യേ വരലാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിൽ കുറേ ആങ്ങളാർ, ഒരു 6 ആങ്ങളാരാണ് ഉള്ളത്. പിന്നെ അവരെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ബേബീസിനെ എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് ഫയർ ആവലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ബേബിക്ക് ഞാനിട്ട് കൊടുത്ത മെഹന്തിയാണ് ഇട്ടത്. എനിക്ക് വലിയ സംഭവമായിട്ട് അറിയൊന്നുമില്ല. എനിക്കറിയണ പോലെ എന്തൊക്കെയൊക്കെ വരച്ച് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ ഒന്ന് വരവൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ആക്കി പിന്നെ ടേബിളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ഉണ്ട്. അവരൊക്കെ വന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ കുറച്ച് സമയം ഒന്ന് ബേബീസിൻ്റെ ഈ കുറുമ്പൊക്കെ മാറാമെന്ന് കരുതിയിട്ട് ഒന്ന് ഉറക്കാമെന്ന് കരുതി. അതിനിടയിൽ എൻ്റെ ഉപ്പയും അനിയത്തി പിന്നെ അതേപോലെ ഇക്കാൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ട് പോയിട്ടോ. അവരൊക്കെ വന്ന് പോയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ബേബീസിൻ്റെ ആ ഒരു ഉറക്കച്ചടവ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു 1.5 മണിക്കൂർ എല്ലാവരും കിടന്നുറങ്ങിട്ടോ. രാത്രി കുഞ്ഞുട്ടിയാക്കി ട്രാവൽ ചെയ്ത് വന്നതായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുട്ടിയാക്കൊക്കെ നല്ല ക്ഷീണം. പിന്നെ ഞാനും നൈറ്റൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് എനിക്കോ വല്ലാണ്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ബേബീസിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളാരും ഇതിൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒന്നിച്ചിട്ടെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കാൻ കേട്ടോ. വലിയ പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് അടുത്ത എവിടെയെങ്കിലും പോയിട്ട് വരണമെന്നാണ് കേട്ടോ. കാരണം കുഞ്ഞുട്ടിയാക്കൊക്കെ ഇന്ന് രാത്രി തന്നെ തിരിച്ച് പോകണം. തീരെ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുഞ്ഞിട്ടാക്ക്. പിന്നെ ഇതിന് വന്നു ആ ഒരു സന്തോഷമുണ്ട്. പക്ഷേ പെട്ടെന്ന് പോകുന്ന ആ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ടോ. പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സ് ഇതാണ്. അവർക്ക് രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഒരാൾക്ക് വലുതും ഒരാൾക്ക് ചെറുതുമാണ് കിട്ടിയത് കേട്ടോ. അപ്പം പിന്നെ ഞാനത് കടയിലൊക്കെ കൊടുത്ത് ഒന്ന് സൈസൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ വലുപ്പം കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അന്നുബേബിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുട്ടിയൊക്കെ അന്നുബേബിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഫയർ ആക്കുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾ നല്ല പോലെ ഇങ്ങനെ ഷൂ ഒക്കെ വെച്ചിട്ട് കുഞ്ഞിട്ടാക്കാനും നല്ല കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അസിമോള് ഉറങ്ങുകയാണ്. അസിമോളെ ഞാൻ ഉണർത്തിയിട്ടില്ല. ഇവരെ രണ്ടാളെയും റെഡിയാക്കിയിട്ട് കുഞ്ഞിട്ടാക്ക ഇവരെയും കൊണ്ടിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അസിമോളും ഞാനും റെഡി ആവാമെന്ന് കരുതിട്ടോ. അസിമോളും ഞാൻ റെഡിയാക്കിയതായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ അയച്ചിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കയറൊക്കെ ഉള്ളത് കൊണ്ട് അനുഭവിക്കും പാൻറ് ഒന്ന് സെറ്റാക്കി നിർത്താൻ പറ്റിയിട്ടോ. കാരണം നല്ല ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ പാൻറ്റിൻ്റെ അരഭാഗമൊക്കെ. പിന്നെ ഞാൻ അനുബേബിനെ റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം
അതിനു ബേബിനെയും കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷാക്കി കൊണ്ടുവന്നാണ് കേട്ടോ ആൾക്കാർ. അപ്പം അനുബേബി അനുബേബി റെഡി ആയി കഴിഞ്ഞപ്പോൾ ആൾക്കറിയാം ഇന്നിപ്പോൾ റെഡി ആക്കും എന്നുള്ളത് കേട്ടോ. ഞാൻ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ആൾക്കാർക്ക് ഉറങ്ങാത്തതിൻ്റെ ആ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ വല്ലാണ്ട് മൈൻഡാക്കാതിരിക്കാൻ കേട്ടോ ആൾക്കാർ. അപ്പോൾ ഏതായാലും അനുബേബിൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുബേബീനെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഹെയർ ഞാൻ കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ കരുതിട്ടോ. പിന്നെ ഞാൻ കെട്ടി കൊടുക്കാമെന്നൊക്കെ കരുതിട്ടോ. പക്ഷെ കെട്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അത് നിൽക്കുള്ളൂ. പിന്നെ അതിൻ്റെ ആയുസ് തീർന്നു പോകട്ടോ. അതൊക്കെ ബേബീസ് വലിച്ചിടും. പിന്നെ ഇതാ അനുബേബിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവരുടെ ലുക്ക് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇതാ നമ്മൾ അവരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെയറിൽ കെട്ടുന്ന റബ്ബറും സംഭവങ്ങളൊക്കെ താഴെ വലിച്ച് വാരിടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചാലേ അവരതിനൊക്കെ നിന്ന് തരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം അവിടെ ക്ലീൻ ചെയ്യാൻ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അവരെ ഹെയറൊക്കെ സെറ്റാക്കി റെഡിയാക്കിയതിന് ശേഷം അവരെയും കുഞ്ഞിട്ടാക്കാനും ഞാൻ പറഞ്ഞയച്ചിട്ടോ പുറത്തെവിടെയും പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞിട്ടാക്ക അവർ ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അസിമോളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ സ്കേർട്ടും ഒരു ഷർട്ട് മോഡൽ ഒരു ഡ്രസ്സും ടോപ്പ് വരുന്നുണ്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷർട്ടും ഈ സ്കേർട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചടപ്പിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇന്നൊക്കെ ചെയ്തിട്ടാണ് ഇട്ടുണ്ടാകുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങി ഡ്രസ്സ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മൊക്കെ പറഞ്ഞു ഇതെന്താപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം അങ്ങനത്തെ ഡ്രസ്സിങ് ഒന്നും അങ്ങനെ അവർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഇത് ഒരുപാട് കഴിഞ്ഞിട്ട് ഇടേണ്ടതായതുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടോ. പിന്നെ ഞാൻ ഉമ്മക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നേതത് അയച്ചിട്ട് സാധാ നോർമലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മളെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഇന്ന ചെയ്തിട്ടാണ് അതൊരു നാക്കുള്ളത്. പക്ഷേ എനിക്കെന്തോ ഫസ്റ്റ് ടൈം ആയപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഇന്നിങ്ങൊക്കെ അയച്ചിട്ടാണ് കേട്ടോ ഇട്ടുണ്ടായത്. പിന്നെ നമ്മൾ അവിടെ ചാലിയം ബീച്ചിക്കാട്ടോ പോയത്. ഇക്കാൻ്റെ എളാപ്പാൻ്റെ മോനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളും കൂടെ അറിഞ്ഞിട്ടോ പോയത്. അപ്പം നമ്മളവിടെ പോയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ക്രൗഡ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബേബീസും വണ്ടിയൊന്നും നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല, അത്രക്കും തിരക്കാണ്. കാരണം അവിടെ പോലീസ് കൺട്രോളിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ അതിനു ബേബി എടുക്കാൻ അയക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് ഇങ്ങനെ നടക്കണമായിരുന്നു, ആളെടുക്കാൻ അയക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ചെറിയ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. പിന്നെ അസിമോക്ക് ഓരോ സംഭവങ്ങൾ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. അപ്പോൾ അവസാനം ഹോഴ്സ് റൈഡിൽ കുഞ്ഞിട്ടാക്കിയും കൂടെ കയറിയിട്ട് ആളെ കയറ്റിട്ടോ. അപ്പം അനുബേബിക്കും ഭയങ്കര പേടിട്ടോ ഈ ഹോയ്സിനെ കണ്ടിട്ട്. ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ കുഞ്ഞിട്ടാക്ക് കൈമ കയറി പോയപ്പം അനുബേബിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വന്നിട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് അനുബേബിനെയും കയറ്റാൻ കഴിച്ച് നോക്കിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര പേടി, അതിൻ്റെ അടുത്തേക്കേ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കുറച്ച് സമയം ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് സമയമൊക്കെ ബേബീസ് ക്ഷമിച്ചിരുന്നൊക്കെ തന്നുള്ളൂ. പിന്നെ അവരും ഫയർ ആവലൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ ചെറുതായിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടോ. നമ്മൾ ഷവർമ്മ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഷവർമ്മ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നല്ല പുറത്തുനിന്ന് വേറൊരു സ്ഥലത്ത് കാറൊക്കെ നിർത്തിയിട്ടാട്ടോ കഴിച്ചത്. അവിടെ നല്ല തിരക്കായിരുന്നു ആ ഷോപ്പിൽ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബേബീസിനെ കൊണ്ട് കഴിക്കാൻ തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിട്ടാക്കൊക്കെ ഇന്ന് രാത്രി തന്നെ തിരിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് കുഞ്ഞുട്ടി അസിമോൾ കുറേ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പടക്കം വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ പൂത്തിരിയും 2-3 മേസാപ്പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് ആർക്ക് ഇങ്ങനെ ഒരു വൈബ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുഞ്ഞിട്ടാക്ക ഒന്ന് കത്തിച്ച് റെഡിയാക്കി കൊടുത്തിട്ടോ. പക്ഷേ അനുബേബിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആൾക്കാർ ഉള്ളിലേക്ക് ഓടി ഒളിക്കായിരുന്നു കേട്ടോ. പിന്നെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മളെ കൂടെ ഒക്കെ ഇരുത്തിയിട്ട് ഒക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ടോ.
അപ്പം അതിന് ബേബിയൊക്കെ ഭയങ്കര പേടിയിലിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ ആഘോഷിച്ചിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോയിട്ടോ. കുഞ്ഞിട്ടാക്ക് ഒരു ദിവസത്തിനാണെങ്കിലും ഒരു ദിവസത്തിന് വന്നു നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.